ഇന്ന് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ അടിപൊളി നല്ല സോഫ്റ്റ് മാർബിൾ കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ജാറിലേക്ക് 2 മുട്ടയും 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് പാലും 1/4 സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്ത് 3 മിനിറ്റ് നന്നായിട്ട് മിക്സിയിൽ അടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ചൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് തയ്യാറാക്കാനുള്ള പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇടകലർത്തി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ബാറ്റർ മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ചൂടായ കുക്കറിൽ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെച്ച് കൊടുത്ത് 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 45 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള മാർബിൾ കേക്ക് തയ്യാറായിട്ടുണ്ട്.